ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തലപ്പാടിയിൽ കർണാടക RTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി 4 പേർ മരിച്ചു. കാസർഗോഡ് മംഗലാപുരം ദേശീയപാത 66-ൽ തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം വിട്ട കർണാടക RTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 4 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ 3 സ്ത്രീകൾ ഉൾപ്പെടുന്നു. അമിത വേഗത്തിലെത്തിയ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ബസ് തലപ്പാടിയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ആളുകളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ബസ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിച്ചു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ഈ ദാരുണമായ അപകടത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. റിമാൻഡ് പ്രതിയുടെ കൈലിയിൽ പോക്കറ്റ് ഘടിപ്പിച്ച് മയക്കുമരുന്ന്. കാക്കനാട് ജില്ലാ ജയിലിൽ 9.12 ഗ്രാം ഹാഷിഷ് ഓയിലും ബീഡികളും പിടികൂടി. കാക്കനാട് റിമാൻഡ് പ്രതിയുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന റിമാൻഡ് പ്രതി തിരുവനന്തപുരം സ്വദേശി തിയോഫിന്റെ കയ്യിൽ നിന്നുമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. മോഷണ കേസിലെ പ്രതിയാണ് തിയോഫിൻ. 9.12 ഗ്രാം തൂക്കം വരുന്ന ഹാഷിഷ് ഓയിലും ബീഡികളുമാണ് കണ്ടെത്തിയത്. പ്രതിയെ ഇന്നലെ 2 മണിയോടെ തൃപ്പൂണിത്തുറ JFCM കോടതിയിൽ ഹാജരാക്കി. തിരികെ ജയിലിൽ എത്തിയപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. പോക്കറ്റ് ഘടിപ്പിച്ച കൈലിമുണ്ടിൽ ചെറിയ 2 പ്ലാസ്റ്റിക് ഡബ്ബികളിലായാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. ഇവ ജയിലിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുന്നതിനിടെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. വഴിയടഞ്ഞ് വയനാട്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ, ഗതാഗതക്കുരുക്ക്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിച്ചതോടെ ചുരം റോഡ് വീണ്ടും അടച്ചു. കനത്ത മഴയിൽ ചുരം റോഡിലേക്ക് കല്ലുകൾ അടർന്നു വീഴുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് സ്ഥലത്തെത്തിയ T. സിദ്ദിഖ് MLA ആരോപിച്ചു. വയനാട് ലക്കിടിയിലും താമരശ്ശേരി അടിവാരത്തും നിരവധി യാത്രക്കാർ രാവിലെ മുതൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലക്കിടി റോഡ് പൂർണ്ണമായി അടച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ഭാഗത്തുനിന്ന് തന്നെയാണ് മണ്ണും കല്ലും റോഡിലേക്ക് വീഴുന്നത്. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. റീലും റിയലും ഇക്കാലത്ത് പ്രാധാന്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ അടഞ്ഞ അധ്യായം, മാത്യു കുഴൽനാടൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ അടഞ്ഞ അധ്യായമെന്ന് മാത്യു കുഴൽനാടൻ MLA. തെറ്റിനെ തെറ്റുകൊണ്ട് ന്യായീകരിക്കുവാൻ കഴിയില്ല. CPIM-ന് ഇതിലിടപെടുവാൻ എന്ത് ധാർമ്മികതയുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റീലും റിയലും ഇക്കാലത്ത് പ്രാധാന്യമുള്ളതാണ്. റിയൽ ഇല്ലാതെ റീൽ വന്നാൽ അത് നിലനിൽക്കില്ല. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ സർക്കാരിനെതിരെ മാത്യു കുഴൽനാടൻ രംഗത്തെത്തി. സർക്കാർ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് പറയുന്നു. കുരുക്കഴിയുന്നു എന്നാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ ശരിക്കും കുരുക്ക് മുറുക്കിയതാണ്. 2024 ജൂൺ വരെ ആ സമയത്ത് നിയമം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇനി കിട്ടാൻ പട്ടയങ്ങളിൽ ഒരു തരത്തിലുള്ള നിർമ്മാണവും നിയമപരമല്ല. ഇടുക്കിയിൽ ഇനി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമായി മാറും. ഇതുവരെ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമാണ് ഗുണം. ഇനി നിർമ്മിക്കുവാൻ ബുദ്ധിമുട്ടാണ്. സാങ്കേതികത്വമുള്ളതുകൊണ്ട് സാധാരണക്കാരനെ ബാധിക്കുമ്പോഴേ ഈ വിഷയം അറിയൂ. കോൺഗ്രസ് രാഷ്ട്രീയമായി ഈ വിഷയം ഏറ്റെടുക്കും. ഇടുക്കി ജനത ഇരട്ടി നികുതി അടയ്ക്കേണ്ടിവരും. മലയോര ജനതയെ പിഴിയുകയാണ് ലക്ഷ്യം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനവിരുദ്ധ നടപടി സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. AR ക്യാമ്പിൽ ഇന്നലെ പോലീസ് സ്വീകരിച്ചത് പതിവില്ലാത്ത ശൈലി. അറസ്റ്റ് ചെയ്തവരെ സന്ദർശിക്കുവാൻ ചെന്നപ്പോൾ കയറ്റിയില്ല. പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ ശക്തിയാണ് ധാർമ്മിക ശക്തി. എണ്ണം കൊണ്ട് വ്യക്തികളുടെ കരുത്ത് കണക്കാക്കുവാൻ കഴിയില്ലെന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു. ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. പരാതിയുമായി BJP വനിതാ നേതാവ് യൂട്യൂബർ സുബൈർ ബാപ്പു അറസ്റ്റിൽ. മലപ്പുറം വണ്ടൂരിൽ BJP വനിതാ നേതാവിനെ യൂട്യൂബർ ബലാത്സംഗം ചെയ്യുവാൻ ശ്രമിച്ചതായി പരാതി. യൂട്യൂബർ കൂരാട് സ്വദേശി സുബൈർ ബാപ്പുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 10 വൈകുന്നേരം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുവാൻ ശ്രമിച്ചെന്നാണ് പരാതി. പിന്നീട് നിരന്തരം ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്തതായും
സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്നും പരാതിയിലുണ്ട്. പ്രതി സുബൈർ ബാപ്പു മുൻപ് BJP പ്രവർത്തകനായിരുന്നു എന്നും സ്വഭാവദൂഷ്യത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നുമാണ് പരാതിക്കാരിയുടെ ആരോപണം. പരാതിക്കാരിയും മകളും മാത്രം വീട്ടിലുള്ള സമയത്ത് പ്രതി അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തി എന്നാണ് പരാതി. വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തിയതിനും ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തതിനുമാണ് കേസെടുത്തത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹൃദയപൂർവ്വം ഫീൽ ഗുഡ് മൂവി അതിശയിപ്പിച്ച് മോഹൻലാൽ. വീണ്ടും ഒരു സത്യനന്ദിക്കാട് മാജിക്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷകളുണ്ടാകും. വർഷങ്ങളുടെ ഇടവേളകളുണ്ടായപ്പോഴും ആ കോംബോ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല. സാൻഡി ഈ ഓണത്തിന് മാറ്റുകൂട്ടും. സന്ദീപ് എന്ന ഒരു ബിസിനസ്സുകാരനായാണ് മോഹൻലാൽ എത്തുന്നത്. കൊച്ചിയിൽ ഒരു ക്ലൌഡ് കിച്ചൺ നടത്തുകയാണ് സന്ദീപ് ബാലകൃഷ്ണൻ. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സന്ദീപിനെ പരിചരിക്കാനായി എത്തുന്ന ജെറി കഥയിലെ പ്രധാന കഥാപാത്രമായി മാറുന്നു. ജെറിയായി സംഗീത് പ്രതാപാണ് വേഷമിടുന്നത്. പ്രേമലുവിൽ നിന്നും സംഗീത് വലിയൊരു കുതിച്ചുചാട്ടമാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. മുംബൈയിൽ ജനിച്ച മാളവിക മോഹന് പൂനെയിൽ ജീവിക്കുന്ന മലയാളി യുവതിയായ ഹരിതയാവാൻ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതിഗംഭീര പ്രകടനമാണ് മാളവിക നടത്തുന്നത്. ശ്രീനിവാസന്റെ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ നായിക സംഗീത ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ചിത്രത്തിൽ അമ്മ കഥാപാത്രമായി എത്തുന്നുണ്ടെന്നതും പ്രേക്ഷകന് കൌതുകമുണർത്തുന്നു. സന്ദീപിന്റെ അളയനായി എത്തുന്ന സിദ്ദിഖിന്റെ കഥാപാത്രം അല്പം വിരസത ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഹൃദയവുമായി ഹെലികോപ്റ്ററിൽ ഡോക്ടർമാരുടെ സംഘം എത്തുന്നിടത്തു നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ നിന്നും MK സ്റ്റാലിന്റെ പിന്മാറ്റത്തിന് കാരണം രാജീവ് ചന്ദ്രശേഖറോ? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ തമിഴ്നാട് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്നും ഒഴിവായത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത്. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പമ്പാ തീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. സ്റ്റാലിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. സ്റ്റാലിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനെതിരെ BJP സംസ്ഥാന നേതൃത്വം കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഹൈന്ദവ വിശ്വാസത്തെയും ആചാരത്തെയും എതിർക്കുകയും ശബരിമലയെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേരള മുഖ്യമന്ത്രിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും എതിർത്തുകൊണ്ടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയത്. MK സ്റ്റാലിനെ ആഗോള അയ്യപ്പ സംഗമത്തിൽ തടയുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.